യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഗുഡ്നസ് ടി വിയുടെ സഭയും സാക്ഷ്യവും എന്ന പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകരായ നിങ്ങളേവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് കുടുംബജീവിതത്തിൽ നമുക്കെങ്ങനെയാണ് സാക്ഷ്യം വഹിക്കാൻ സാധിക്കുക. രണ്ട് കാര്യങ്ങളിൽ ആദ്യത്തെ കാര്യമായ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പര സ്നേഹത്തിൽ അധിഷ്ഠിതമായ സമർപ്പണ ജീവിതം നയിച്ചുകൊണ്ടായിരിക്കണം എന്ന് നമ്മൾ ചർച്ച ചെയ്യുകയായിരുന്നു. തുടർന്ന് നമ്മൾ രണ്ടാമത്തെ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് ഈ ആഴ്ചയിൽ നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഇക്കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഇന്ന് നമ്മോട് കൂടെയുള്ള സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യലച്ഛനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അച്ഛാ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പര സ്നേഹത്തിൽ അധിഷ്ഠിതമായ സമർപ്പണത്തെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. തുടർന്ന് ഇനി രണ്ടാമത്തെ ഒരു ഘടകമായ മക്കളെ ഉത്തരവാദിത്വത്തോടെ എങ്ങനെയാണ് വളർത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണല്ലോ നമ്മൾ ഇനി ചിന്തിക്കേണ്ടത്. അതിനെക്കുറിച്ചൊന്ന് അച്ഛൻ പങ്കുവയ്ക്കാം. വിവാഹ ജീവിതത്തിൻ്റെ ലക്ഷ്യം സഭയുടെ കാഴ്ചപ്പാടിൽ സ്നേഹസമ്പൂർണമായിട്ടുള്ള ദമ്പതികളുടെ സ്നേഹസമ്പൂർണമായിട്ടുള്ള പരസ്പര സമർപ്പണം, അതുപോലെ തന്നെ സമർപ്പണത്തിൻ്റെ ഫലമായിട്ട് അവർ ജന്മം നൽകുന്ന മക്കളുടെ നല്ല വളർത്തൽ. അതിൽ ആദ്യത്തെ കാര്യത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തതാണ്. രണ്ടാമത്തെ ഭാഗം അവർ ജന്മം നൽകുന്ന മക്കളുടെ നല്ല വളർത്തൽ എന്നുള്ളതാണ്. അപ്പം വിശുദ്ധ ആഗസ്തീനോസ് പറയുന്ന ഒരു കാര്യം ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവഭയത്തിൽ മക്കളെ വളർത്തുക എന്നുള്ളത് ദമ്പതികളുടെ ഒരു ദൗത്യത്തിൽപ്പെട്ടതാണ്. മലാക്കി പ്രവാചകൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ നമ്മൾ ആ കാര്യം മുൻ എപ്പിസോഡിൽ കാണുകയുണ്ട്. ദൈവഭയത്തിൽ മക്കളെ വളർത്തുക, ദൈവഭക്തരായ മക്കളെ അല്ലാതെ എന്താണ് ദൈവം പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം മക്കളുടെ വളർത്തൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഫാമിലിയാരിസ് കൊൺസോർസിയോ എന്ന് ഒരു അപ്പസ്തോലിക പ്രബോധനം വിശുദ്ധ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പായുടെ അപ്പസ്തോലിക പ്രബോധനമാണ് 1981 പ്രസിദ്ധീകരിച്ച പറയുന്നൊരു കാര്യമാണ്. അതിൽ ദമ്പതികളുടെ കടമകളെക്കുറിച്ച് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കടമയായിട്ട് പറയുന്നത് ജീവൻ്റെ ശുശ്രൂഷയിൽ ദമ്പതികൾ ഏർപ്പെടുക എന്നുള്ളതാണ്. ജീവൻ്റെ ശുശ്രൂഷയിൽ എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് കുട്ടികൾക്ക് ജന്മം കൊടുക്കുന്ന ആ ശുശ്രൂഷയിൽ ഉദാരമായിട്ട് പങ്കുചേരുക എന്നുള്ളതാണ്. എന്ന് പറയുമ്പോൾ കുട്ടികളെ ജനിപ്പിക്കുകയും അവരെ വളർത്തുകയും ചെയ്യുക, ശുശ്രൂഷ. അതുകൊണ്ട് ഒരു വലിയൊരു ശുശ്രൂഷയാണ്. ദൈവ ശുശ്രൂഷ പോലെയായിട്ടാണ് അതിനെ അവതരിപ്പിക്കുന്നത്. കാരണം ഇതിനൊരു പദ്ധതിയുണ്ട്. വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ട് എന്നുള്ളതാണ്. സൃഷ്ടികർമ്മത്തിലുള്ളൊരു പങ്കുചേരലും. അപ്പോൾ ഇങ്ങനെയൊരു സൃഷ്ടികർമ്മം തുടർന്നെങ്കിൽ മാത്രമേ മനുഷ്യവംശം നിലനിൽക്കുകയുള്ളൂ. അല്ല, അതാണല്ലോ ദൈവകൽപ്പന, പെരുകി വർദ്ധിച്ച് ഭൂമിയെ കീഴടക്കുക. അതെ, അതാണ് ആ കൽപ്പന. അപ്പോൾ അത് ദൈവത്തിൻ്റെ മനുഷ്യരായിട്ട് ജീവിക്കണം എന്നുള്ളതാണ്. അതവിടെയാണ്. അപ്പോൾ അതിനൊരു ഫോർമേഷനുണ്ട്, മറ്റ് ജീവികളെ പോലെയല്ല. അപ്പോൾ വളർത്താനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വമാണ്. അപ്പം സഭ പറയുന്ന ഇങ്ങനെയുള്ള ജന്മം കൊടുക്കുന്ന അത് സ്നേഹത്തിൻ്റെ സ്നേഹസമർപ്പണത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന മക്കളായിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ടാണ്. ചിലപ്പോഴെങ്കിലും ദമ്പതികൾ അത് മറന്നുപോയിട്ടുള്ള എങ്ങനെയെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുക എന്നുള്ളതല്ല, മദ്യത്തിൻ്റെ അടിമത്തത്തിലൊക്കെ ഉണ്ടാകുന്ന കേസുകളുണ്ട്. അപ്പോൾ എന്നൊന്നുമില്ല. അത് എല്ലാ കാര്യങ്ങളും കണക്കിലെടുത്തുകൊണ്ട് വേണം സ്നേഹസമ്പൂർണമായിട്ടുള്ള പരസ്പര സമർപ്പണവും എന്ന് പറയുന്ന ഒരു വിശദമായിട്ടുള്ള ഒരു സ്നേഹത്തിൻ്റെ ഒരു പാരമ്യതയിൽ എന്ന് പറയുന്ന ആ ഒരു ആശയം ദമ്പതികൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി അവർ ഉത്തരവാദിത്വപൂർണമായിട്ടുള്ള മാതൃത്വവും പിതൃത്വവും സഭ ഇൻസിസ്റ്റ് ചെയ്യുന്ന
പല ഊന്നിപ്പറയുന്ന ഒരു കാര്യമാണ്. ഉത്തരവാദിത്വപൂർണ്ണമായിട്ടുള്ള മാതൃത്വവും പിതൃത്വവും എന്നുള്ളതാണ്. അപ്പോൾ സാധാരണഗതിയിൽ അത് ഹുമാനെ വീത്തെ പോളാറാമൻ്റെ വിശുദ്ധ പോളാറാമൻ്റെ ചാക്രിക ലേഖനത്തോടു കൂടിയാണ് ഉത്തരവാദിത്വപൂർണ്ണമായിട്ടുള്ള മാതൃത്വത്തെയും പിതൃത്വത്തെക്കുറിച്ചുമൊക്കെ സഭയിൽ കൂടുതൽ ചർച്ച ഉണ്ടായതെന്നുള്ളതാണ്. ആ ചർച്ച തുടരുന്നു. എങ്ങനെയാണ് ഉത്തരവാദിത്വപൂർണ്ണമായിട്ടുള്ള മാതൃത്വവും പിതൃത്വവും നിർവഹിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ആളുകൾ സാധാരണഗതിയിൽ ഇത് കേൾക്കുമ്പോഴേ റെസ്പോൺസിബിൾ ആയിട്ട് എങ്ങനെ അവരുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ് പെട്ടെന്ന് വരുന്നത്. വാസ്തവത്തിൽ അതുമാത്രമല്ല, അത് അതിൻ്റെ പല ഘടകങ്ങളിൽ കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയ്ക്കുക എന്ന് പോലും പറയുന്നില്ല. അപ്പോൾ അത് പല കാര്യങ്ങളിൽ കുഞ്ഞുങ്ങളുടെ ജനനത്തിൽ ചിലപ്പോഴെങ്കിലും ഒരു നിയന്ത്രണം ആവശ്യമായി വന്നേക്കാം എന്നുള്ളൊരർത്ഥത്തിൽ മാത്രമാണ്. എന്താണ് ഉത്തരവാദിത്വപൂർണ്ണമായിട്ടുള്ള മാതൃത്വവും പിതൃത്വവും സഭയുടെ കാഴ്ചപ്പാടിൽ എന്ന് പറയുമ്പോൾ, കുഞ്ഞുങ്ങളെ സംബന്ധിച്ചുള്ള ദൈവ പദ്ധതി അനുസരിച്ച് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുകയും അവരെ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ വളർത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ പല കാര്യങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഒരു കാര്യം മാത്രമല്ല, പല കാര്യങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഒന്ന്, ജീവൻ്റെ മഹത്വം മനസ്സിലാക്കുക. ഞങ്ങൾ ജന്മം കൊടുത്ത കുഞ്ഞുങ്ങളുടെ ജീവൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ ഛായയിൽ സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട കുഞ്ഞുങ്ങളാണ്. അപ്പം ജീവൻ ദൈവത്തിൻ്റെ ദാനമായിട്ട് ഇതാണ് നമ്മൾ മനസ്സിലാക്കുകയും ആ ദാനത്തെ വലിയ കൃതജ്ഞതയോടുകൂടി സ്വീകരിക്കാനായിട്ട് മനുഷ്യർ തയ്യാറാവുകയും ചെയ്യുക, ദമ്പതികൾ. അപ്പം ഇങ്ങനെ കുഞ്ഞുങ്ങളെ ചെയ്യുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന പോലെ വളർത്തുവാനുള്ള ഉത്തരവാദിത്വം മനസ്സിലാക്കിക്കൊണ്ട് ജന്മം കൊടുക്കുകയും വളർത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ ഉത്തരവാദിത്വം മനസ്സിലാക്കിക്കൊണ്ട് ജന്മം കൊടുക്കുകയും വളർത്തുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ 2-3 കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. സഭ പറയുന്നൊരു കാര്യം, ജീവൻ കൊടുക്കുക മാത്രമല്ല, കൊടുക്കുന്ന ജീവനെ വേണ്ട വിധം വളർത്തുകയും ഈ പരിപോഷിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ 2-3 കാര്യങ്ങൾ കണക്കിലെടുക്കേണ്ടതാണ്. ഒന്ന്, ദമ്പതികളുടെ നന്മ. 2, കുഞ്ഞുങ്ങളുടെ നന്മ, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ നന്മ, സഭയുടെ നന്മ. അപ്പോൾ ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുമ്പോൾ ഇപ്പോൾ ഈ 3-4 കാര്യങ്ങൾ ഓർത്തുണ്ട്. ദമ്പതികളുടെ നന്മ, അവർ ജന്മം കൊടുക്കുന്ന കുഞ്ഞുങ്ങളുടെ നന്മ, കുടുംബത്തിൻ്റെ നന്മ, അതുപോലെ തന്നെ സഭയുടെ നന്മ, ലോകത്തിൻ്റെ നന്മ. ദമ്പതികളുടെ നന്മ എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? ദമ്പതികളുടെ നന്മ എന്ന് പറയുന്നത് അവരുടെ സ്ത്രീയുടെയും പുരുഷൻ്റെയും വിവാഹിതരായിട്ടുള്ള ആളുകളുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായിട്ടുള്ള സാഹചര്യങ്ങളനുസരിച്ച് വിവേകപൂർണവും ഔദാര്യത്തോടുകൂടിയും കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുകയും വളർത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഔദാര്യപൂർവം. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഔദാര്യപൂർവം, അത് തെറ്റിദ്ധരിക്കാൻ പാടില്ല പ്രേക്ഷകർ, ഔദാര്യപൂർവം ജനറസ് ആയിട്ട് എന്നുള്ള ഒരു കാര്യമാണ്. അപ്പം പക്ഷേ ഈ കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് വേണം. എന്തുകൊണ്ടാണ്? ശാരീരികമായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴും, ഉദാഹരണമായിട്ട് ഒരു അമ്മ, ആ അമ്മയ്ക്ക് ശാരീരികമായിട്ടുള്ള വലിയ ഗൗരവമായിട്ടുള്ള ഒരു രോഗത്തിൻ്റെ പിടിയിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരവസരത്തിൽ അവർ ഗർഭം ധരിക്കുകയോ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുകയോ കുഞ്ഞിന് ജന്മം കൊടുക്കുകയോ ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് ഒരു അപകടം സംഭവിക്കുകയാണ്. ഡോക്ടർമാർ പറയുകയാണ് ഇതൊരു വലിയൊരു അപകടത്തിലേക്കാണ്, ഇതിലേക്കാണ് വരുന്നത്, അപ്പം നിങ്ങളുടെ മരണം പോലും സംഭവിച്ചേക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും, അത് ഒരു ഡോക്ടർ പറഞ്ഞാൽ പല ഡോക്ടർമാരുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴത്തേക്കും അത് കണക്കിലെടുത്തുകൊണ്ട് വേണം ഒരു ജന്മം കൊടുക്കുന്ന ശാരീരികമായിട്ടുള്ള അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, മറ്റു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു അമ്മയ്ക്ക്
മാനസികമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുന്ന ഒരു അമ്മയാണെന്ന് വിചാരിക്കുക. ഒരു കുഞ്ഞിനെ വേണ്ട വിധത്തിൽ, ജന്മം കൊടുക്കുന്ന കുഞ്ഞിനെ വേണ്ട വിധത്തിൽ വളർത്താനായിട്ട് പറ്റാത്ത വിധത്തിലുള്ള മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ, വൈകല്യമോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ഒരു അമ്മയാണ്. ഒരു മനസ്സിൻ്റെ ഒരു സ്ഥിരതയില്ല. അങ്ങനെയുള്ളൊരു അമ്മ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുകയാണെങ്കിൽ നമുക്കറിയാമല്ലോ, അത് അമ്മയ്ക്കും കുടുംബത്തിനും കുഞ്ഞിനും ഇതൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ പറയുന്ന ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് വേണം ദമ്പതികൾ. അപ്പം അതുകൊണ്ടാണ് ഈ ദമ്പതികളുടെ നന്മ എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച്, അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ പറയുന്നു, ഒരുപാട് കുഞ്ഞുങ്ങളെ അങ്ങക്ക് ജന്മം കൊടുക്കുക എന്നുള്ളതല്ല ഒരു കാര്യം. അപ്പോൾ ഇതിൽ പലതും കണക്കിലെടുത്തുകൊണ്ട് ജന്മം കൊടുക്കുന്ന കുഞ്ഞുങ്ങൾ ആ രീതിയിൽ വളരാനായിട്ടുള്ള സാഹചര്യം, അവർക്ക് നന്നായിട്ട് വളരാനും വളർത്താനും ആയിട്ടുള്ള സാഹചര്യം ഉണ്ടോ എന്ന് കൂടി നോക്കിയിട്ട് അതിൻ്റെ ഒരു ഇടവേള ചിലപ്പോൾ, കുഞ്ഞുങ്ങളുടെ ജനനത്തിലുള്ള ഒരു ഇടവേള ചിലപ്പോൾ മാതാപിതാക്കന്മാർ, ദമ്പതികൾ ബോധപൂർവം അത് മനസ്സിലാക്കുകയും അതിനായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള മാർഗങ്ങൾ അവർ സ്വീകരിക്കുകയും ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞ കുറച്ച് വിവേകത്തോട് കൈകാര്യം ചെയ്യുന്ന ഒരു കാര്യമാണ്. വിവേകത്തോടു കൂടി ആണ് ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് വിവേകത്തോടു കൂടി നമ്മൾ ഒരു ദമ്പതികൾ ചെയ്യണം. അതുകൊണ്ടാണ് ഉത്തരവാദിത്വപൂർണ്ണമായിട്ടുള്ള മാതൃത്വവും പിതൃത്വവും എന്ന് പറയുമ്പോൾ ദമ്പതികളുടെ നന്മ നോക്കേണ്ടതായിട്ട് ഉണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഇതാണ്, ഈ കുടുംബാസൂത്രണം എന്നുള്ളൊരു ചിന്ത ആളുകളുടെ മനസ്സിൽ വരുമ്പോൾ ആളുകളുടെ ആദ്യം അവരുടെ മനസ്സിലേക്ക് വരുന്നത് മക്കളെ നിയന്ത്രിക്കുക എന്നുള്ളൊരു, മറിച്ച് അതല്ല. കുടുംബ ആസൂത്രണം വെച്ചാൽ പല കാര്യങ്ങളിലും അവർ പങ്കെടുക്കണം. കുടുംബത്തിൻ്റെ വരുമാനം, വരവ് ചെലവുകൾ, എത്ര മക്കളെ അവർക്ക് വളർത്താം, അങ്ങനെയുള്ള കാര്യങ്ങളൊരു പൊതുവായൊരു ആസൂത്രണം ആണ് കുടുംബാസൂത്രണം എന്ന് മനസ്സിലാക്കേണ്ടത്. പക്ഷെ അതിന് പകരം ഒരു വികലമായ ചിന്ത മക്കളെ കുറക്കുമ്പോൾ കുടുംബാസൂത്രണമായി. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് തന്നെ, ആ ഒരു ചിന്താഗതി തന്നെ തെറ്റായിട്ട് തോന്നുന്നു. തീർച്ചയായിട്ടും അതല്ല, എല്ലാം കണക്കിലെടുക്കുക എന്നുള്ളതാണ്. ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ നന്മയും കണക്കിലെടുത്തുകൊണ്ടാണ്, കുടുംബത്തിൻ്റെ നന്മ മുഴുവനും, കുടുംബത്തിൻ്റെ മക്കളുടെ നന്മ, ദമ്പതികളുടെ നന്മ, സഭാസമൂഹത്തിൻ്റെ നന്മ, ഇതെല്ലാം നമ്മൾ കണക്കിലിടും. അപ്പോൾ ഈ ആസൂത്രണം വരുമ്പോഴത്തേക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ നന്മ കണക്കിലെടുക്കുമ്പോഴത്തേക്കും കൂടുതൽ കുഞ്ഞുങ്ങളെ ജന്മം കൊടുക്കുക എന്നുള്ളതും നന്മയാണ്. അതൊരാസൂത്രണത്തിൻ്റെ ഭാഗമാണ് വാസ്തവത്തിൽ. അതുകൊണ്ട് കുടുംബാസൂത്രണം എന്ന് പറയുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നതല്ല ആസൂത്രണം എന്ന് പറയുന്നത് ആണ്. അപ്പം ചിലപ്പോൾ കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്ന സഭയുടെ നന്മയ്ക്ക്, അല്ലെ അതേക്കുറിച്ച് നമുക്ക് പറയാം, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് ഒക്കെ അത് കാരണമാകും. അപ്പോൾ ഇതെല്ലാം കണക്കിലെടുക്കണം. അപ്പം ഞാൻ ദമ്പതികളുടെ നന്മയെക്കുറിച്ച് നമ്മൾ പറയുകയാണ്. അപ്പോൾ ദമ്പതികൾ അതിന് പ്രാപ്തരാകുന്നവരല്ല. ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുന്ന സ്ത്രീയും പുരുഷനും അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കത്തക്ക വിധത്തിൽ തങ്ങൾ പ്രാപ്തരാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. 21 വയസ്സായി, അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ 25 വയസ്സായി, ഇതുവരെയും വിവാഹം ഒന്നും ആകുന്നില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും എവിടുന്നെങ്കിലും അങ്ങനെ ചെയ്യാന്നുള്ളതല്ല. വിവാഹ ജീവിതത്തിൻ്റെ ആ ലക്ഷ്യം അത് നിർവഹിക്കാനായിട്ടുള്ള ഒരു സന്നദ്ധത മാത്രം പോരാ, അതിനുള്ളൊരു ഒരു എബിലിറ്റി, അതിനുള്ളൊരു കഴിവ് എന്നുള്ളൊരു കാര്യമാണ്. നമുക്കറിയാമല്ലോ, ഒരു പുരുഷനാണെന്നുണ്ടെങ്കിൽ ആ ഒരു കുടുംബത്തെ പോറ്റാനായിട്ടുള്ള ഒരിത് വേണം. അതായത് ശാരീരികമായിട്ട് അധ്വാനിച്ചും കുടുംബത്തെ, മക്കൾക്കും ജീവിത പങ്കാളിക്കും ഒക്കെ അവരുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകത്തക്ക വിധത്തിൽ അതിനെ പോറ്റാനായിട്ടുള്ള കഴിവ് ഉള്ള ആളായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാം കണക്കിലെടുക്കണം എന്നുള്ളതാണ്. ഞാനൊരു സംശയം ചോദിക്കുന്നത് വെച്ചാൽ, നമുക്ക് ചിലപ്പോഴൊക്കെ നമ്മൾ കാണുന്നതാണ്, വിവാഹം കഴിച്ച സ്ത്രീ പുരുഷന്മാർ മക്കളെ വേണ്ട എന്നുള്ളൊരു മനോഭാവത്തിലൂടെ ജീവിക്കുന്ന പല ദമ്പതികളുമുണ്ട്. അത് നമുക്ക് സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല പ്രവണതയല്ലല്ലോ. അച്ഛനതിനെക്കുറിച്ച് അച്ഛൻ്റെ കാഴ്ചപ്പാട് എന്താ? വിവാഹം എന്ന കൂദാശയുടെ ലക്ഷ്യത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു മനോഭാവവും ഒരു ജീവിത രീതിയുമാണ്
മനോഭാവവും ജീവിത രീതിയും അത് ജീവിത രീതിയിലൂടെ പ്രകടമാക്കാണ്. അത് ഗുരുതരമായിട്ടുള്ള തെറ്റ് തന്നെയാണ്. കാരണം വിവാഹ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മക്കളുടെ നല്ല വളർത്തലും കൂടിയാണ്. സ്നേഹസമ്പൂർണ്ണമായിട്ടുള്ള പരസ്പര സമർപ്പണവും മക്കളുടെ നല്ല വളർത്തലുമാണ്. ദൈവകൽപ്പനയും കൂടിയാണ്. ദൈവകൽപ്പന അതാണ് ഒരു കുദാശയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. കുദാശയായിട്ട് സ്ഥാപിച്ചതിൻ്റെ ഉദ്ദേശവും ഇത് തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെയുള്ള ഒന്നിച്ചുള്ള ഒരു ജീവിതം, അല്ലെങ്കിൽ മക്കളെ വേണ്ടെന്ന് വെച്ചുകൊണ്ടുള്ള അവരുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് അത് അവരവിടെ സ്വാർത്ഥതയാണ് എന്നുള്ളൊരു കാര്യമാണ്. അവരുടെ സ്വാർത്ഥതയാണ്, തങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ജീവിക്കുന്നത് എന്നുള്ളൊരു കാര്യം. മാത്രമല്ല സമൂഹത്തിന് വേണ്ടിയിട്ടുകൂടെ അല്ല ജീവിക്കുന്നത്. അതൊരു സമൂഹത്തിന് കൂടി നമ്മൾ കൊടുക്കുന്ന ഒരു നന്മയാണ് കുഞ്ഞുങ്ങളുടെ ജനനം കൊടുക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഇത് രണ്ടും അവരുടെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അവരുടെ സുഖങ്ങൾ കുറയും, സൗകര്യങ്ങൾ കുറയും എന്നുള്ള ഒരു ചിന്തയാണ്. അത് സ്വാർത്ഥതയാണ്, ചുരുങ്ങിപ്പോവാണ്. അപ്പോൾ ഈ സ്വാർത്ഥരായിട്ടുള്ള മനുഷ്യർ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവർ തമ്മിലുള്ള ബന്ധത്തിലും സ്വാർത്ഥതയുണ്ടാകും. അത് മാത്രമല്ല ഈ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറില്ല. മക്കൾ ജനിച്ചു കഴിഞ്ഞാൽ അവരുടെ ഉത്തരവാദിത്തങ്ങൾ. അപ്പോൾ ഈ അടിസ്ഥാനപരമായിട്ടുള്ള ഈ സ്വാർത്ഥത പിന്നീട് ഇവർ തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധം എന്നും നിലനിൽക്കണമെന്നില്ല. അച്ഛാ, നമ്മൾ മക്കളെ വേണ്ട എന്ന് പറയുന്നത് കഴിഞ്ഞ് ഇപ്പോൾ അതിനപ്പുറത്തേക്ക് ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്നത്തെ തലമുറയിലെ വിവാഹം തന്നെ വേണ്ട എന്നുള്ള ഒരു ചിന്തയിലേക്ക് കടന്നു വന്നിരിക്കുന്നൊരു അവസ്ഥയുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് അച്ഛന് പറയാനുള്ളത്? അപ്പം സാർ ഉദ്ദേശിക്കുന്ന ഒരു പക്ഷേ വിവാഹം വേണ്ട, കൂടിത്താമസം മതി എന്നുള്ള അർത്ഥത്തിലായിരിക്കും സാർ ചോദിക്കുന്നത്. അതുമില്ല വിവാഹം ഒന്നുമില്ല, അതായത് തനിച്ച് ജീവിച്ചാൽ മതി. അതായത് ഒരു ഫ്രീ ബേർഡ്, ഇങ്ങനത്തെ ഒരു കൾച്ചർ ഇപ്പോൾ ഉണ്ട്. ഫ്രീ ബേർഡ് എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ജീവിക്കുക, അടിച്ചു പൊളിച്ച് ജീവിക്കുക, ജോലിയുണ്ട്, അങ്ങനെ ഒരു ചിന്താഗതി ഒരു വശത്ത്. മറ്റൊന്നുണ്ട് ലിവിങ് ടുഗദർ. അപ്പോൾ ഇത് രണ്ടും ഈ സമൂഹത്തിൽ ഇപ്പോൾ കൂടിക്കൂടി വരികയാണ്. പണ്ട് അത് യൂറോപ്പിലും വിദേശ രാജ്യങ്ങളിലായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അത് കൂടി വരുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് അച്ഛന്? അതിൽ നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച്, ആദ്യത്തേത് കൂടി താമസിക്കുന്ന സ്ത്രീയും പുരുഷനും കൂടി താമസിക്കുന്നു. അത് സഭയുടേതായിട്ടുള്ള ഒരു ഔദ്യോഗികമായിട്ട് സഭയിൽ വിവാഹം കഴിക്കാതെ ഇങ്ങനെ ഒരുമിച്ച് കൂടി താമസിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ സമൂഹത്തിൻ്റേതായിട്ടുള്ള അംഗീകാരമില്ല, രജിസ്റ്റർ ചെയ്തിട്ട് പോലുമില്ല. അപ്പോൾ അങ്ങനെ കൂടി താമസിക്കുന്നതായിട്ടുള്ള പ്രായപൂർത്തിയായിട്ടുള്ള സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ഇങ്ങനെ ജീവിക്കുന്നതായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ ഈ കേരളത്തിലുമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. യൂറോപ്പിൽ സാർ പറഞ്ഞ പോലെ വിദേശത്ത് യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഉണ്ടായിരിക്കുമ്പോഴും അങ്ങനെ ഉള്ളപ്പോഴും എനിക്ക് അറിയാവുന്ന ഒരു വ്യക്തി യൂറോപ്പിൽ, ജർമ്മനിയിൽ, അപ്പോൾ അദ്ദേഹം ഒരു അധ്യാപകനാണ്, ഒരു പ്രൊട്ടസ്റ്റൻ്റ് അധ്യാപകനായിരുന്നു, പ്രൊട്ടസ്റ്റൻ്റുകാരനാണ്. പക്ഷേ നല്ല ഒരു വിശ്വാസിയാണ്, നല്ല കമ്മിറ്റ്മെൻറ്റ്, സമർപ്പണത്തോടു കൂടിയാണ്. ഇപ്പോൾ ഇദ്ദേഹത്തെ എനിക്ക് വ്യക്തിപരമായിട്ട് പരിചയമുണ്ട്. അദ്ദേഹത്തിന് ഒരു വീട്, അദ്ദേഹം പഠിപ്പിക്കുന്ന സ്ഥലത്ത്, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കന്മാരൊക്കെ താമസിക്കുന്നത് വളരെ അകലെയാണ്. പഠിപ്പിക്കാനായിട്ട് 500 കിലോമീറ്റർ അകലെയുള്ള വേറൊരു സ്ഥലത്താണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ അവിടെ അദ്ദേഹം ഒരു വീട് വാങ്ങിച്ചു. അതിന് 2 നിലയുണ്ട്, ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും ഇങ്ങനെയായിട്ടുള്ള. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ഒരു നിലയെന്ന് വേണമെങ്കിൽ പറയാം, താഴത്തെ ഇത്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ഇത് ഒരു നില, എനിക്ക് ഒരെണ്ണം മതി, ഞാൻ ഗ്രൗണ്ട് ഫ്ലോർ ഞാൻ താമസിക്കുന്നു, 2ാം നില ദമ്പതികൾക്ക് കൊടുക്കുകയാണ്. ഒരു ദമ്പതികൾ ജോലിയുള്ളവരാണ്, അവരിവിടെ എൻ്റെ വീട് ചോദിച്ചു, 2ാം നില തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനത് കൊടുത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞു. ഇത് ഈ മനുഷ്യൻ എല്ലാ ഞായറാഴ്ചയും പള്ളി വരും, പ്രൊട്ടസ്റ്റൻ്റ് ആണെങ്കിലും കത്തോലിക്ക പള്ളി വന്നിട്ട് അതിലെ ചടങ്ങുകളിലെല്ലാം പങ്കെടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞങ്ങൾ സുഹൃത്തുക്കളായിത്തീർന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു ദിവസം വന്നത് വെഞ്ചരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോയി വെഞ്ചരിക്കുകയും ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, വരുന്ന തിങ്കളാഴ്ച പിറ്റേ ദിവസം തിങ്കളാഴ്ച ഇവർ വരികയാണ് എന്ന് പറഞ്ഞു. ഈ ദമ്പതികൾ വരും. ഞായറാഴ്ച ദിവസമാണ് എന്നോട് പറഞ്ഞത്, രാവിലെയാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ തിങ്കളാഴ്ച ദിവസം ഇദ്ദേഹത്തെ വൈകുന്നേരം ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു വാക്ക് ലംഘിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഞാൻ അവരോട് സോറിയൊക്കെ പറഞ്ഞു. ഞാൻ വേണമെങ്കിൽ എത്ര നഷ്ടപരിഹാരം വേണമെന്നുണ്ടെങ്കിലും വാക്ക് ലംഘിച്ചതിൻ്റെ പേരിൽ എത്ര നഷ്ടപരിഹാരം വേണമെങ്കിലും നിങ്ങൾ കേസ് കൊടുക്കണ്ടായി വേണമെങ്കിൽ അങ്ങ് തരാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവർ ഒഴിവായി. അതായത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഞായറാഴ്ച വൈകിട്ട് മനസ്സിലായി ഈ ദമ്പതികളെന്ന് പറയുന്നത് ഇതൊരു
2001 മറ്റോ സംഭവിച്ചൊരു കാര്യമാണ്. ഈ ദമ്പതികൾ എന്ന് പറയുന്നത് അവർ കൂടി താമസിക്കുന്ന ആളുകളാണ് രണ്ടുപേരും. എന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ചിട്ടില്ലാത്തവരാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഇതൊരു കത്തോലിക്ക ഗ്രാമമാണ്, ഈ ഗ്രാമത്തിൽ ഇങ്ങനെ ആരും ഇങ്ങനെ കൂടി താമസിക്കുന്നവരില്ല. അപ്പം ഞാൻ വഴി ഇങ്ങനെ കൂടി താമസിക്കുന്ന 2 പേർക്ക് എൻ്റെ വീട് ഇവർക്ക് ആയിട്ട് കൊടുക്കുമ്പോഴത്തേക്കും അതൊരു എതിർ സാക്ഷ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ഈ കൂടി താമസിക്കാനായിട്ടുള്ളത് അതൊരു തെറ്റാണെന്നും അതല്ല എന്ന് വിചാരിക്കുന്ന അതല്ല അതിൻ്റെ ശരി എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഉണ്ട്. ഇപ്പോൾ ഇതിന് കുറച്ചുകൂടെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അങ്ങനെയുള്ളവരും ഉണ്ടെന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ ഇതുപോലെ കൂടിത്താമസം എന്ന് പറയുന്നത് അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല, അതും സ്വാർത്ഥതയുടെ അങ്ങേയറ്റമാണ്. അപ്പോൾ ഇങ്ങനെ കൂടി താമസിക്കുന്ന ആളുകൾ, അതാണ് വേറൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്. കൂടി താമസിക്കുന്ന ആളുകൾ ഇങ്ങനെ പലരുമായിട്ട് കൂടി താമസിച്ചങ്ങ് പോവുകയാണ്. പലരുമായിട്ടിങ്ങനെ കൂടി താമസിച്ചങ്ങ് പോവുകയാണ്. അവിടെയും അവിടെയും സ്വാർത്ഥതയാണ്. ഇങ്ങനെ കൂടി താമസിക്കാൻ മടുത്തു. അത് സ്ത്രീയും പറയും പുരുഷനും പറയും. അപ്പോൾ 6 മാസം ഇങ്ങനെ കൂടി താമസിച്ചങ്ങ് പോവുകയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഹ്യൂമൻ ഡിഗ്നിറ്റി, നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റ് ആണ് മനുഷ്യൻ്റെ, അതാണ് റാഷണൽ ആനിമൽ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ മനുഷ്യൻ, ഹ്യൂമൻ ബീയിങ്സിനെ കുറിച്ച് പറയുമ്പോൾ മാൻ ഈസ് എ റാഷണൽ ആനിമൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇതിനു വേണ്ടി അതിനാണൊരു അനിമൽ എന്ന് പറയുന്ന നേച്ചർ ഇങ്ങനെ മുൻപന്തിയിലേക്ക് വരികയാണ്, റീസൺ പോകുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇത് ഒരു കാര്യം. പിന്നെ വിവാഹമേ വേണ്ടെന്ന് വെക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഒരു വീക്ഷണം എന്ന് പറയുന്നത് എന്തിനു വേണ്ടി വിവാഹം വേണ്ടെന്ന് വയ്ക്കുന്നു എന്നുള്ളതാണ്. ഈസ് ഇറ്റ് ഫോർ എൻ റീസണബിൾ ആയിട്ടുള്ള ഒരു കോസിന് വേണ്ടിയിട്ടാണ്, ഒരു നോബിളായിട്ടുള്ള കോസിനാണോ? അങ്ങനെ നോബിളായിട്ടുള്ള, അതാണോ നോബിൾ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ അത്രയും ഒരു ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് വിവാഹം വേണ്ടെന്ന് വെക്കുന്നെങ്കിൽ അതിനൊരു അർത്ഥമുണ്ട്. ബൈബിളിൽ പറഞ്ഞാൽ യേശു പറഞ്ഞാതെ ഷണ്ടന്മാരാകുന്ന പോലെ ദൈവരാജ്യത്തിന് വേണ്ടി ഷണ്ടന്മാരാകും. അങ്ങനെയുള്ള ഞാൻ ഇപ്പം പറയുകയാണ്, ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ വൈദ്യനാകുന്നുമില്ല, അതുപോലെ തന്നെ സമർപ്പിത ജീവിതത്തിലേക്ക് പോകുന്നില്ല. കാരണം അവിടെയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ സ്വാതന്ത്ര്യത്തോടു കൂടി ചിലപ്പോൾ എൻ്റെ താല്പര്യങ്ങളനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് പറ്റിയെന്ന് വരികയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിവാഹം കഴിക്കുന്നില്ല. ഞാനൊരു നോബിളായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാരണം കൊണ്ട് ഞാനത് വേണ്ടെന്ന് വയ്ക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും ശ്ലാഘനീയമായിട്ടുള്ളൊരു കാര്യമാണ്, ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം. നമുക്ക് ഈ വിഷയം എനിക്ക് തോന്നുന്നത് ഇത്തിരി അല്പം കൂടെ അതിനെക്കുറിച്ച് ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതിപ്പോൾ സമൂഹത്തിൽ ഇത് വർദ്ധിച്ചു വരുന്നുണ്ട്. എനിക്ക് പരിചയമുള്ള ചില വ്യക്തികളൊക്കെ ഇങ്ങനെയുള്ള ടെൻഡൻസിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാൻ സമയമായതുകൊണ്ട് ഇതിനെക്കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചിന്തിക്കുന്ന നന്നായിരിക്കുമെന്ന് തോന്നുന്നു. യേശുവിൽ പ്രിയമുള്ളവരെ, നമ്മളെ ഇത്രയും സമയം ചിന്തിച്ചുകൊണ്ടിരുന്നത് കുടുംബജീവിതത്തിൽ സാക്ഷ്യം വഹിക്കേണ്ട രണ്ടാമത്തെ ഒരു മേഖലയാണ് ഉത്തരവാദിത്വപൂർണമായ മക്കളെ ജനിപ്പിക്കുന്നതും വളർത്തുന്നതിനെക്കുറിച്ച്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ആ വിഷയം നമ്മൾ പൂർത്തിയാക്കിയിട്ടില്ല. തുടർന്നുള്ള എപ്പിസോഡുകളിലും നമ്മൾ ആ ചിന്ത തുടരുകയാണ്. ഇത്രയും കാര്യങ്ങൾ ഇന്ന് നമ്മളുമായിട്ട് പങ്കുവെച്ച സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യൽ അച്ഛനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സഭയെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും ഞങ്ങൾക്ക് എഴുതുക. കത്തുകൾ അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, സഭയും സാക്ഷ്യവും, ഗുഡ്നസ് TV, ഡിവൈൻ വിഷൻ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.